ഒരുപാട് ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫുൾ ലോണിൽ വാഗനർ വാഹനങ്ങൾ വിൽക്കാനുണ്ടോ എന്ന്. അപ്പൊ അതിന് പറ്റിയ നല്ലൊരു വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ലോൺ വിത്ത് 5 വർഷം വരയ്ക്ക് നമുക്ക് അടവിട്ട് കൊടുക്കാം. 5 വർഷം വരെ ഫുൾ ലോൺ, ഡൗൺ പേയ്മെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറായ മാത്രമാണ്. മഴയാണെങ്കിൽ അതിതീവ്ര മഴ, വെയിലാണെങ്കിലോ കൊടൂര വെയിൽ. ഈ രണ്ട് കാലാവസ്ഥയെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. ഈ രണ്ട് കാലാവസ്ഥയിൽ സ്വന്തമായിട്ടൊരു വാഹനം നമുക്ക് ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞു, അത്യാവശ്യമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് കാർ എന്നുള്ള വിഷയം. അപ്പൊ എന്തായാലും നിങ്ങൾക്കൊരു യൂസ്ഡ് കാർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഷോറൂമിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. നല്ല ക്വാളിറ്റി വാഹനങ്ങൾ 6 മാസം മുതൽ 5 വർഷം വരെ വാറന്റി ഉണ്ട്. മാരുതി വാഹനങ്ങൾക്ക് 3 ഫ്രീ സർവീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മാസം നിങ്ങൾ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ GSTയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നല്ല രീതിയിൽ വാഹനങ്ങൾക്ക് വില കുറച്ചിട്ടുണ്ട്. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് വാഹനങ്ങളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പോരാത്തതിന് 5000 രൂപയുടെ അക്സസറീസും കാര്യങ്ങളും തികച്ചും ഫ്രീ ആയിട്ട് ഏത് ബുക്കിങ്ങിനും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബൈക്കോ കാറോ ഏതെങ്കിലും പഴയ വാഹനം ഉണ്ട്, അത് കൊടുത്തിട്ടാണ് ഇവിടുന്ന് ഒരു വാഹനം എടുക്കുന്നതെങ്കിൽ അതിന് നല്ല വിലയും കിട്ടും. പോരാത്തതിന് എക്സ്ചേഞ്ച് ബോണസ് ഒരു 10,000 രൂപയും കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു വാഹനം എടുക്കുമ്പോൾ അതിപ്പോൾ പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ, എത്ര വലിയ ടാങ്ക് കപ്പാസിറ്റി ആണെങ്കിലും എത്ര വലിയ വണ്ടിയാണെങ്കിലും എത്ര ചെറിയ വാഹനമാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ തികച്ചും ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ കിഡിലൻ ഓഫേഴ്സ് ആണ് യൂസ്ഡ് കാറുകൾക്ക് ഈ ഒരു ഷോറൂം ഇപ്പൊ നിലവിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഷോറൂം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പാലക്കാട് ജില്ലയിലെ അതിപ്രശസ്തമായിട്ടുള്ള വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പട്ടാമ്പിയിലെ AM മോട്ടോഴ്സ് ട്രൂവാലി ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഏതൊക്കെ വാഹനങ്ങളാണ് നിലവിലുള്ളത്, എന്തൊക്കെയാണ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്, അതും ഓട്ടോമാറ്റിക് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അല്ലേ? ഏത് മോഡൽ? 2022 മോഡൽ VXi ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒരു 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ. കമ്പനി സർവീസും സർവീസ് ആണ്. അതായത് കൂടാതെ 2027 വരെ എക്സ്റ്റൻഡ് വാറന്റി നമ്മളുണ്ട്. അതിനുശേഷം വാറന്റി വേറെ നമ്മൾ ട്രൂവാലി കൊടുക്കുന്നുണ്ട്. അപ്പൊ 3 വർഷം വാറന്റി, 3 ഫ്രീ സർവീസ് ഉള്ള ഒരു വാഹനമാണ്. ഇത് ഏതാ വേരിയന്റ് ഏതാണ്? VXi മിഡിൽ ഓപ്ഷൻ. ഓർഡർ പവർ ഉണ്ടോ, ABS എയർബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവേഴ്സ് നല്ലതാണ്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ലേ? കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യം ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 7,10 ആണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വരുന്നത്. 7,10,000. നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കുന്നുണ്ട്? ഡൗൺ പേയ്മെന്റ് 50 രൂപ റേഞ്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്കാ നീറ്റ് ആയിട്ടുള്ള ഒരു സിബിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോൺ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മാരുതി സുസുക്കിയുടെ വിലനോ അല്ലേ? ഏതാ മോഡൽ? 2021 മോഡൽ ഡെൽറ്റയാണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർ ആണ്. വെറും 41,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാൻ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെൽറ്റ ആയതുകൊണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് നല്ല ലെതറിന്റെ സീറ്റ് കവേഴ്സ് ഉണ്ട്. 80% ടയേഴ്സും ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 6,65 നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വരുന്നത്. പിന്നെ നമ്മുടെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം എല്ലാ ഓഫേഴ്സും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഈ മാസം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാക്സിമം ഈ മാസം തന്നെ എടുക്കാൻ നോക്കുക. മാരുതി സുസുക്കിയുടെ വാഗനർ ഓൾഡ് ഫേസിലെ അതെ ഏത് മോഡൽ? ഇത് 2018 മോഡലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. വേരിയന്റ് ഏതാ? VXi വേരിയന്റ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 85,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവൽ. VXi 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരും. റിമോട്ട് സെന്ററിലൊക്കെ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ടയറും ഞങ്ങളെ കണ്ടീഷൻ അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡന്റ്സും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 3,85 ആണ്. 3,85,000 രൂപ. ഒരു മീഡിയം ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി വെഹിക്കിൾ അന്വേഷിക്കുന്നവർക്ക് പറ്റിയ വാഹനം അല്ലേ? നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? 30,000 രൂപ ഇറക്കാൻ പറ്റും. ഇത് മാരുതിയുടെ ബലേനോ? ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ ടോപ്പ് എൻഡ് വരുന്ന ആൽഫയാണ് വേരിയന്റ് വരുന്നത്. 35,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ. ഇത് മാനുവൽ അല്ലേ? മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെയാണ്. ഇത് ആൽഫ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അലോയ് വീൽ എല്ലാം വരുന്നതാണ്. ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,75 ആണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വരുന്നത്. 5,70,000 രൂപ. മാരുതി സുസുക്കിയുടെ വാഗനർ അല്ലേ? അതെ, ബിഗ് വാഗനർ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 മോഡൽ. വേരിയന്റ് ഏതാ? ZXi ഓട്ടോമാറ്റിക്. ZXi എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷന്റെ സെയിം വേരിയന്റ് തന്നെ. സെയിം ഓട്ടോമാറ്റിക് ആണല്ലേ? ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടി? 86,000 കിലോമീറ്റർ ഓടി. 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? അതെ. കമ്പനി സർവീസ് എല്ലാം പക്കല്ലേ? പക്ക സർവീസ് ആണ്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോകുകയും ചെയ്യാം. ഇവിടെ തന്നെ വരണമെന്നില്ല. ZXi എന്തൊക്കെ ഫീച്ചേഴ്സ് വരിക? ZXi റിയർ വൈപ്പർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോ വരുന്നുണ്ട്. ABS എയർബാഗ്, പവർ സ്റ്റിയറിംഗ്, AC, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ്. പിന്നെ സീറ്റ് കവേഴ്സ് ഒക്കെ നല്ല സീറ്റ് കവേഴ്സ്. ഇത് ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഫ്രണ്ടിലത്തെ ഒരു 90% ടയർ ഉണ്ടല്ലേ? അതെ. കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ്. ചോദിക്കുന്ന പ്രൈസ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 5,20,000 രൂപയാണ്. 5,20,000 ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ തന്നെ മാക്സ് നമുക്ക് ലോണും ചെയ്യാം. മാക്സിമം ലോൺ ചെയ്തു. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറായ മാത്രം മതി. ഹോണ്ട അമേസ് 2025 മോഡൽ VX ആണ് ഓപ്ഷൻ വരുന്നത്. VX ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വെറും 3,500 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ 3,500 കിലോമീറ്റർ
കിലോമീറ്റർ മാത്രം ഓടി കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് VX എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അതായത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വേരിയന്റ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, റിവേഴ്സ് ക്യാമറ, ഡിസ്പ്ലേ, അലോയ് വീല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ. സൺറൂഫ് മാത്രമല്ല ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം തന്നെയാണ്. ഇനി അറിയേണ്ടത് ഈ വാഹനത്തിന്റെ വിലയാണ്. 9,10,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വരുന്നത്. ഈ വാഹനം ഇപ്പൊ എടുക്കുകയാണെങ്കിൽ അതായത് പുതിയത് എടുക്കാൻ പോകുന്ന കസ്റ്റമേഴ്സിന് ഇത് എടുക്കുമ്പോൾ ലക്ഷങ്ങളും മാറ്റുണ്ട്. ഏകദേശം പുതിയതിനൊക്കെ എത്ര പ്രൈസ് ഏകദേശം ഒരു 12 ലക്ഷത്തിന്റെ ഉള്ളിൽ നമുക്ക് പുതിയ കാറിന് പ്രൈസ് വരുന്നുണ്ട്. 9,10,000 രൂപ. 4 മാസം മാത്രം പഴക്കമുള്ള വാഹനമാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇത് മാരുതിയുടെ വില തന്നെ അല്ലേ? ഏതാ മോഡല്? 2017 മോഡൽ സീറ്റ CVT ആണോ ട്രാൻസ്മിഷൻ വരുന്നത്. സെക്കൻഡ് ഓണർ വെറും 60,000 കിലോമീറ്റർ വണ്ടി ഓടിക്കും. 60,000 കിലോമീറ്റർ പെട്രോൾ മാനുവൽ. ഇതിന് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഇത് ഏതാ വേരിയന്റ് ഏതാണ്? സീറ്റ, അതായത് ടോപ്പിന്റെ തൊട്ട് താഴെ മോഡൽ. തൊട്ട് താഴെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും സീറ്റിൽ വരുന്നുണ്ട് അല്ലേ. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5,55,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വരുന്നത്. 5,55,000 രൂപ. അതിൽ തന്നെ ഒരു 55,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. ഇത് ഉണ്ടായുടെ i20 അല്ലേ? അതെ അതെ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡലാണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. സെക്കൻഡ് ഓണർ. ഏത് വേരിയന്റ് ഏതാ? ഇത് ആസ്റ്റ ഓപ്ഷനിലെ ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ്. ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 95,000 കിലോമീറ്റർ. പെട്രോൾ ഡീസലാ? ഡീസൽ 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഓപ്പൻഡിൽ നല്ല മൈലേജ് കിട്ടുന്ന ഡീസൽ വേരിയന്റ്. നല്ല മൈലേജ് കിട്ടുന്നതാണല്ലേ. ഇത് ടോപ്പിന്റെ ആയതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലവിൽ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണല്ലേ. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 660 ആണ് ചോദിക്കുന്നത്. വിത്ത് വാറന്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. 1 ഇയർ വാറന്റി ഉണ്ടാവും. 1 ഇയർ വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. കാരണം വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ വാറന്റി കൊടുക്കുന്നത് അല്ലേ. ഇത് മാരുതി സുസുക്കിയുടെ ഡിസയർ. ഏതാ മോഡൽ വരുന്നത്? 2020 മോഡൽ VXi ആണ് ഓപ്ഷൻ വരുന്നത്. അതായത് മിഡിൽ ഓപ്ഷൻ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 28,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടിയ ഒരു ഡിസയർ ആണ്. സെഡാൻ സെഗ്മെന്റ് വാഹനം അന്വേഷിച്ചിറക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വാഹനം അല്ലേ. VXiയിൽ 4 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 6,15,000 നമ്മൾ ചോദിക്കുന്ന റേറ്റ് വരുന്നത്. 6,15,000. അതിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് 50 കൊടുത്താൽ മതിയോ? ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഡാറ്റ്സൺ റെഡിഗോ. ഏതാ മോഡൽ? 2018 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഓട്ടം 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് വാഹനം കൂടിയാണ്. നല്ല മൈലേജ് ഉണ്ട്. മെയിൻ്റെനൻസ് വല്ലാണ്ട് വരാത്ത വണ്ടിയാണല്ലേ. AC പവർ സ്റ്റിയറിംഗ്, പിന്നെ സീറ്റ് കവേഴ്സ് ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഞങ്ങളെ കണ്ടീഷൻ അല്ലേ? അത്യാവശ്യം നല്ല ടയർ ക്വാളിറ്റി. ഞാൻ പിന്നെ ചോദിക്കട്ടെ, വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള. നീറ്റ് ആൻഡ് ക്ലീൻ. ഇനി അറിയേണ്ടത് ഈ വാഹനത്തിന്റെ വിലയാണ്. അതെ, വെറും 2,50,000 രൂപയ്ക്ക് നമുക്ക് 2.5 സ്വന്തമാക്കാം. ഒരു ചെറിയൊരു എമൗണ്ടിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാഹനമാണ്. ഇതിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. 2 ലക്ഷം രൂപ വരെയ്ക്ക് നമുക്ക് ലോൺ ചെയ്യാം. 2 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അതായത് മാക്സിമം ഫുൾ ലോൺ കിട്ടുന്ന ഒരു വാഹനമാണല്ലേ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്. അതും ഓട്ടോമാറ്റിക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലേ. ഇത് ഏതാ മോഡൽ? 2019 മോഡൽ VXi ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. വെറും 42,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഏതാ വേരിയന്റ്? VXi ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. VXi ആണ് വരുന്നത്. പക്ഷേ ഫുൾ ഓപ്ഷനേതായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ കയറ്റിയിട്ടുണ്ട്. അഡീഷണൽ ഫുൾ അലോവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് അടികളൊന്നുമില്ല. 6 മാസം വാറന്റി നമ്മൾ കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാനും കഴിയും. ഇനി അറിയേണ്ടത് നിങ്ങൾ ഈ വാഹനത്തിൽ ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,95,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വരുന്നത്. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് ആയിട്ട് 50 രൂപ റേഞ്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് മാരുതിയുടെ സെലീറിയോ അല്ലേ. അതെ, നല്ല ക്വാളിറ്റി പീസ്. ഏതാ മോഡൽ വരുന്നത്? 2015 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. വേരിയന്റ് ഏതാ? വേരിയന്റ് VXi ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 91,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 91,000 കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക്. VXiയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? VXiയിൽ വരുന്ന ഫീച്ചേഴ്സ് 4 ഡോർ പവർ വിൻഡോ വരും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറർ വരുന്നുണ്ട്. ഇതിൽ പിന്നെ അഡീഷണൽ ആയിട്ട് സ്റ്റീരിയോ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സ് എല്ലാം ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 3,65,000. 3,60,000 രൂപ. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഒരു 10-40 രൂപ കൊണ്ട് തന്നെ ഇറക്കാൻ പറ്റും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറായ മാത്രം മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഷോറൂം തന്നെ സെറ്റ് ചെയ്ത് തരും. മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ. അതെ. ഏതാ മോഡല്? ഇത് 2015 മോഡൽ, 16 രജിസ്ട്രേഷൻ. 16 രജിസ്ട്രേഷൻ വരുന്നത്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. ഏത് വേരിയന്റ് ഏതാ? ഇത് VXi ആണ് വരുന്നത്. VXi വേരിയന്റ്. ഇതിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് തരാം? ഇതിൽ 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് നമ്മൾ ആസ്കിക്കുന്ന റേറ്റ് 2,45,000 രൂപയാണ്. 2,45,000. അതിൽ നമുക്ക് 45 ഡൗൺ പേയ്മെന്റിൽ ബാക്കി 2 ലക്ഷം ലോൺ ചെയ്യാൻ പറ്റും. ഇറക്കാൻ പറ്റും. 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസോട് കൂടിയിട്ട് നല്ലൊരു സ്വിഫ്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റോക്ക് അത് ഓട്ടോമാറ്റിക് ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ്. അപ്പൊ ഇതിന്റെ മോഡൽ എത്ര വരുന്നത്? ഇത് 2020 മോഡലാണ് വരുന്നത്. 2020 മോഡൽ സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് MT ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ആകെ 23,000 കിലോമീറ്റർ ഓടി. 23,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാറന്റി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റണേ. കമ്പനി സർവീസ് ഞങ്ങളെല്ലാം പക്ക. പക്ക. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചേഴ്സ് വരുന്നത് 4 ഡോർ പവർ വിൻഡോ,
ABS, EBD, 2 എയർ ബാഗ്സ് വരുന്നുണ്ട്. കണ്ടീഷൻ്റെ ആണ് വരുന്നത്. അതെ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 6,65 ആണ്. 6,65,000 രൂപ. നല്ല കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഫുൾ ലോൺ വിത്ത് 5 വർഷം വരയ്ക്ക് നമുക്ക് അടവിട്ട് കൊടുക്കാം. 5 വർഷം വരെ ഫുൾ ലോൺ. ഡൗൺ പേയ്മെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറായ മാത്രമാണ്. ഈ വാഗനർ ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡലാണ് വരുന്നത്. 1,27 ആണ് ഓട്ടം വരുന്നത്. 1,27. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ്. സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 3,45,000 രൂപയാണ്. 3,45. അതിൽ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ താല്പര്യമെങ്കിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഫുൾ ലോണിൽ വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഹ്യുണ്ടായിയുടെ i20. അതെ. ഏതാ മോഡൽ വരുന്നത്? 2011 മോഡൽ. വേരിയന്റോ? സ്പോർട്സ് ആണ് വരുന്നത്. സ്പോർട്സ് വേരിയന്റ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഓട്ടം 94,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 94,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടി. പെട്രോൾ വണ്ടിയാണല്ലേ. ഈ സ്പോർട്സിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇതിൽ പഴയ സ്പോർട്സ് ആയ കാരണം കൊണ്ട് അലോയ് വീൽസ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എല്ലാ ഫീച്ചേഴ്സും അതിൽ വരുന്നുണ്ട് അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. പേപ്പേഴ്സ് 2026 വരയ്ക്ക് വാലിഡ് ആണ്. വാലിഡ് ആണല്ലേ. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 1,85,000 രൂപയാണ്. ഇത് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800. അതെ. ഏതാ മോഡൽ വരുന്നത്? 2019 മോഡൽ ആണ് വരുന്നത്. LXA? അതെ, LXI. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 48,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 48,000. ഒരു ചെറിയ എമൗണ്ടിൽ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ചെറുവാഹനം അന്വേഷിക്കുന്നവർക്ക് പറ്റിയ വാഹനം അല്ലേ? സാധാരണക്കാരുടെ പ്രിയപ്പെട്ട വാഹനം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,05,000 രൂപയാണ് ചോദിക്കുന്നത്. 3,500 ചോദിക്കുന്നത്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഇത് ഏതാ വാഹനം? ഇത് 2009 മോഡൽ അൾട്ടോ. 2009 മോഡൽ ഓൾട്ടോ LXI. AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡൽ അല്ലേ? അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കണ്ടീഷൻ വണ്ടിയാണ്. ഒരു ലോ ബഡ്ജറ്റ് വാഹനമാണ്. എത്ര ചോദിക്കുന്ന പ്രൈസ്? 1 lakh ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. 1 ലക്ഷം രൂപ. ഇവർ ചോദിക്കുന്ന പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ മാറ്റം നടക്കുന്നത്. കാരണം വലിയ രീതിയിൽ മാറ്റം കൊടുക്കാൻ പറ്റാത്തൊരു വാഹനമാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട്. 4 വർഷം പേപ്പറുണ്ട്. 4 വർഷം പേപ്പറുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞ് നിൽക്കുന്ന വണ്ടിയാണ്. സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പൈസ ഞങ്ങളൊക്കെ ചിലവ്. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ പട്ടാമ്പി ട്രൂ വാല്യൂ.